അമൃതവചനം. ഈശ്വരനുമായുള്ള പ്രേമസല്ലാപം. ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും അശാന്തിയുടെയും ലോകത്ത് നിന്ന് നിസ്വാർത്ഥതയുടെയും വിനയത്തിൻ്റെയും ശാന്തിയുടെയും വിശാല ലോകത്തേക്ക് നമ്മളെ നയിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. നിത്യമേത് അനിത്യമേത് എന്ന് മനസ്സിലാക്കിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന. ഈശ്വരൻ ക്ഷേത്രമതിലുകൾക്കുള്ളിൽ കുടികൊള്ളുന്ന പരിമിതമായ ശക്തിയല്ല. ആകാശത്തിനപ്പുറത്ത് എവിടെയോ സ്വർണ്ണ സിംഹാസനത്തിലിരുന്ന് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനുമല്ല. അവിടുന്ന് വിശ്വമെങ്ങും നിറഞ്ഞതും സകലതിലും കുടികൊള്ളുന്നതുമായ ചൈതന്യമാണ് എന്ന് കണ്ടുകൊണ്ടാവണം പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് മിക്കവരും ഈശ്വരനെ ആശ്രയിക്കുന്നത് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് ഈശ്വരനോടുള്ള സ്നേഹമല്ല, ആഗ്രഹിച്ച വസ്തുവിനോടുള്ള സ്നേഹമാണ്. ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രം ഈശ്വരനെ ആശ്രയിച്ചാൽ നമുക്കൊരിക്കലും ദുഃഖത്തിൽ നിന്ന് മോചനം നേടുവാൻ കഴിയില്ല. അവിടത്തോട് യഥാർത്ഥ ഭക്തിയും വിശ്വാസവും വരണം. അങ്ങനെയായാൽ നമ്മുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റിത്തരും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. കാരണം സുഖവും ദുഃഖവും ജയവും പരാജയവും ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഈശ്വരനെ ആശ്രയിക്കുന്നവർക്ക് അവ സഫലമായാൽ ഈശ്വരനിലുള്ള ഭക്തിയും വിശ്വാസവും തത്കാലം വർദ്ധിക്കും. സാധിച്ചില്ലെങ്കിലോ ഉള്ള വിശ്വാസം കൂടി നഷ്ടമാകും. ഒരു ഡോക്ടർ ആഗ്രഹിക്കുന്നത് തനിക്ക് ദിവസവും ധാരാളം രോഗികളെ കിട്ടണമെന്നാണ്. അതിനുവേണ്ടി സദാ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. രോഗികളെ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈശ്വരനിലുള്ള വിശ്വാസം നഷ്ടമാകില്ലേ? അതേസമയം രോഗമുണ്ടാകരുതേ എന്നാണ് മറ്റെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ എങ്ങനെ കഴിയും? എല്ലാവരുടെ പ്രാർത്ഥനകളും ഈശ്വരൻ നടത്തി കൊടുക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ താളലയം തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ പ്രയത്നം, പ്രാർത്ഥന, മുജ്ജന്മ കർമ്മഫലം ഇവയെല്ലാം ആശ്രയിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്നത്. അതിനാൽ എല്ലാം ഈശ്വരപ്രസാദമായി സ്വീകരിച്ച് സംതൃപ്തിയോടും സന്തോഷത്തോടും കഴിയുക. അതാണ് യഥാർത്ഥ ഭക്തിയുടെ മാർഗം. സ്വാർത്ഥ ലാഭത്തിന് മാത്രമല്ല, മറ്റുള്ളവരെ നശിപ്പിക്കാൻ പോലും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വര, എല്ലാവർക്കും നന്മയുണ്ടാകണേ, എന്നിൽ നിന്നും ഒരു തെറ്റും ഉണ്ടാകരുതേ, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ എനിക്ക് ശക്തി തരണേ, എൻ്റെ തെറ്റുകൾ അങ്ങ് പുറത്ത് നല്ല വഴി കാട്ടിത്തരണേ എന്നായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വരൻ തൻ്റെ സ്വന്തമാണെന്ന ഭാവന വേണം. ഒരു കൊച്ചുകുട്ടി സകല കാര്യങ്ങളും അമ്മയോട് പറയുന്നത് പോലെ എല്ലാം ഈശ്വരനോട് തുറന്നു പറയണം. ദുഃഖം വരുമ്പോൾ മാത്രം ഈശ്വരനെ വിളിക്കുന്നത് ഭക്തിയാകുന്നില്ല. സുഖത്തിലും ദുഃഖത്തിലും തന്നോടൊപ്പം നിൽക്കുന്ന നിത്യബന്ധുവാണ് ഈശ്വരൻ. അധികം പേരും പ്രാർത്ഥന പറയുന്നു, ചിലർ മാത്രം പ്രാർത്ഥിക്കുന്നു. പഠിച്ചു വെച്ച് ആവർത്തിക്കുന്ന പ്രാർത്ഥനയേക്കാൾ നല്ലത് ഈശ്വരനോട് ഹൃദയം തുറന്ന് സല്ലപിക്കലാണ്. എല്ലാറ്റിലും അധികം ബന്ധം നമുക്ക് ഭഗവാനോടായിരിക്കണം. ദുഃഖങ്ങൾ പറയുന്നെങ്കിൽ അതും അവിടത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. ഭഗവാങ്കൽ നമുക്കുള്ള വിശ്വാസവും സമർപ്പണവുമാണ് നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർക്കുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടുകൾ വിസ്തരിച്ചതുകൊണ്ട് മാത്രം വലിയ പ്രയോജനമില്ല. ശരിയായ പ്രാർത്ഥന ഈശ്വരനോടുള്ള പ്രേമപൂർവമായ സല്ലാപമാണ്.